ഓക്കെ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് നിർബന്ധമില്ല, പക്ഷേ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത്. അത് നമുക്ക് ഇതേപോലെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സൊസൈറ്റിക്കാണ്, അടുത്തത് കമ്പനിക്കാണ്, ദെൻ കൺസ്യൂമേഴ്സിന്, എക്കോണമിക്ക്. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാനും ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും യൂട്ടിലിറ്റീസോ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ മാർക്കറ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ഉണ്ടാക്കുന്നതിനും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കമ്പനിയുടെ ഗുഡ് വില്ല് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബൽ പ്രസൻസിന് വേണ്ടിയിട്ടൊക്കെ മാർക്കറ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമേഴ്സിന് ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റുകൾ കിട്ടും, കൺസ്യൂമർക്ക് പ്രോഡക്റ്റുകളെക്കുറിച്ചുള്ള നോളേജ് കിട്ടും, അതുപോലെ തന്നെ കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരുപാട് പ്രോഡക്റ്റുകളിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുപോലെ തന്നെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ പ്ലോട്ടിംഗ് ബാക്ക് ഓഫ് റിസോഴ്സസ്. ഒരു കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് ആ കമ്പനീൻ്റെ തന്നെ നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കമ്പനി വീണ്ടും കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലോട്ടിംഗ് ബാക്ക് ഓഫ് ബിസിനസ് എന്ന് പറയും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇതുപോലെ പ്ലോട്ടിംഗ് ബാക്ക് ഓഫ് ബിസിനസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് എന്നുള്ള കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയറാണ്. കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ കൺസ്യൂമർ നീഡ് ആൻഡ് മോട്ടിവേഷൻ, കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. കൺസ്യൂമറിൻ്റെ പെർസെപ്ഷൻ, ലേണിങ്, കൺസ്യൂമറിൻ്റെ ബിലീഫ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കൺസ്യൂമർ ബിഹേവിയറിനെ ബാധിക്കും. അതേപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ്, ഇതൊക്കെ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫാമിലി, റെഫറൻസ് ഗ്രൂപ്പ്, റോൾ ആൻഡ് സ്റ്റാറ്റസ് എക്സെട്ര. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഏജ്, ജെൻഡർ, ഫാമിലി ലൈഫ് സൈക്കിൾ, അതേപോലെ തന്നെ ഒക്യുപ്പേഷൻ, പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈൽ എക്സെട്ര. നെക്സ്റ്റ് വൺ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, സേവിങ്സ്, കൺസ്യൂമർ ക്രെഡിറ്റ് എന്നിവ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ബൈയിങ് ഡിസിഷൻ പ്രോസസ്സാണ്. എങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുന്നത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വോണ്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ഷർട്ട് മേടിക്കണം എന്നുള്ള അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വോണ്ട്. അവിടെ നിന്ന് ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾ കണ്ടുപിടിക്കും. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആണ് അടുത്തത്. ദെൻ അതിനുശേഷം ആ ഓൾട്ടർനേറ്റീവ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. പിന്നീടാണ് അത് മേടിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത്. ദെൻ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, നമ്മുടെ കോഗ്നേറ്റീവ് ഡിസോണൻസ് ഒക്കെ പോലുള്ള പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. നെക്സ്റ്റ് വൺ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതിൽ ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നോക്കാം. അത് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, നിഷേ മാർക്കറ്റിംഗ് ഉണ്ട്, ലോക്കൽ മാർക്കറ്റിംഗ്, ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ്. ഇതൊക്കെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ലെവൽസാണ്. ദെൻ മാർക്കറ്റ് കവറേജ് സ്ട്രാറ്റജീസ് ചോദിക്കാറുണ്ട്, അഥവാ സ്ട്രാറ്റജീസ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്നതിന് പറയാം. അതിൽ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്, ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ബേസസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏജ്, സെക്സ്, ഫാമിലി ലൈഫ് സൈക്കിൾ, ഇൻകം, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ എക്സെട്ര എന്നിവയാണ്. അതുപോലെ തന്നെയാണ് ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏരിയ, ക്ലൈമറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സെട്ര. തേർഡ് വൺ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ആണ്. അതിൽ ആറ്റിറ്റ്യൂഡ്, പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ, ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ, ബെനിഫിറ്റ് വോളിയം,
ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ എക്സെട്ര എന്നിവ അതിൽ വരുന്ന ഫാക്ടേഴ്സാണ്. ഫൈനലി സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആണ്. അതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, സോഷ്യൽ ക്ലാസ് എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. 4 സ്റ്റേജാണുള്ളത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്. ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്. റൈറ്റ്. ദെൻ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ചോദിക്കാറുണ്ട്. ഈ ഡിഫറെൻറ്റ് സ്റ്റേജിലാണ് ചോദിക്കാറ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. അവിടെ ഉപയോഗിക്കുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസാണ് റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി ഉണ്ട്, സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജീസ് ഉണ്ട്, റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, സെലക്റ്റീവ് ആയിട്ടുള്ളത്, സ്ട്രെങ്തനിങ് ചാനൽ എന്നിവയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ആണ്. അതുപോലെ തന്നെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, ഹെവി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, ഇൻട്രൊഡക്ടറി പ്രൊമോഷൻ, സെയിൽസ് പ്രൊമോഷൻ എക്സെട്ര ഒക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേജസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പുതുതായിട്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഐഡിയ ജനറേഷൻ, ഐഡിയ സ്ക്രീനിങ്, കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, ബിസിനസ് അനാലിസിസ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റ് ടെസ്റ്റിംഗ് ആൻഡ് ഫൈനലി കൊമേഴ്ഷ്യലൈസേഷൻ. നെക്സ്റ്റ് വൺ, ഫൈനലി ഏഴാമത്തെ ചോദ്യമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് ഡിസിഷൻ ഓർ പ്രൈസിങ് പോളിസീസ്. ഇടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് നമുക്ക് 2 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും മറ്റൊന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമാണ്. അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ കോസ്റ്റാണ്, ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, മാർക്കറ്റ് മിക്സ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എക്സെട്ര. എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ജനറൽ എക്കണോമിക് കണ്ടീഷൻ, ഗവൺമെൻറ് പോളിസി എക്സെട്ര. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് മെത്തേഡ് ഓഫ് പ്രൈസിങ് അഥവാ പ്രൈസിങ് പോളിസീസ് എന്ന് പറയുന്നത്. അത് നമുക്കിതേപോലെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് പോളിസീസാണ്. അതിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഉണ്ട്, ടാർഗറ്റ് പ്രൈസിങ് ഉണ്ട്, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്, ബ്രേക്ക് ഇവൻ പ്രൈസിങ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അതുപോലെ തന്നെ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ് ഉണ്ട്. അതിൽ ഡിഫറൻഷ്യൽ പ്രൈസിങ് ഉണ്ട്, പ്രീമിയം പ്രൈസിങ് ഉണ്ട്. ദെൻ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി ഉണ്ട്. അതിൽ ഗോയിങ് റേറ്റ് പ്രൈസിങ്ങും കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിങ് രീതിയും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, മെത്തേഡ് ഫോർ ന്യൂ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റിനെ എങ്ങനെ പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ സ്കിമ്മിങ് പ്രൈസിങ് പോളിസീസ് ഉണ്ട്, പെനട്രേഷൻ പ്രൈസിങ് പോളിസി ഉണ്ട്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രൈസ് ചാർജ് ചെയ്യുന്നതാണ്. പെനട്രേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ പ്രൈസ് ചാർജ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. സൈക്കോളജിക്കൽ പ്രൈസിങ് ഉണ്ട്, 999 പിന്നെ 999 എന്നൊക്കെ പ്രൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ജിയോഗ്രഫിക്കൽ പ്രൈസിങ് ഉണ്ട്, ബേസ് പോയിൻ്റ് ഉണ്ട്, സോൺ പ്രൈസിങ് ഉണ്ട്, ഡുവൽ പ്രൈസിങ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിങ് ഉണ്ട്, മാർക്കപ്പ് പ്രൈസിങ് ഉണ്ട്, പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ് ഉണ്ട്, ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ് ഉണ്ട്, പ്രൈസ് ബണ്ടിലിംഗ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ലെവൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. അതിൽ നമുക്ക് 0 ലെവൽ, 1 ലെവൽ, 2 ലെവൽ, 3 ലെവൽ, മിഡിൽ മാൻസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇതാണ് 0 ലെവൽ എന്ന് പറയുന്നത്. അവർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് 1, 2, 3 എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് അതിൽ പറയുന്ന ഒരു കാര്യം, ചോയ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൺസിഡേർഡ് വിൽ സെലക്ടിങ് ചാനൽ. ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കമ്പനി ഫാക്ടേഴ്സ് ഉണ്ട്, കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ ബിസിനസ് വോളിയം, ഡിസൈർ ടു കൺട്രോൾ ചാനൽ, പ്രോഡക്റ്റ് മിക്സ് എന്നിവയൊക്കെ ഇങ്ങനെ ഈ ചാനലിനെ സെലക്ട് ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഫാക്ടേഴ്സാണ്. പ്രോഡക്റ്റിൻ്റെ നാച്ചർ, സൈസ്, പ്രൈസ്, പെരിഷബിലിറ്റി ഇതൊക്കെയാണ് അതിൽ വരുന്നത്. മാർക്കറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് മാർക്കറ്റിൻ്റെ സ്വഭാവം, കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം, ജിയോഗ്രഫിക്, ബൈയിങ് ക്വാണ്ടിറ്റി, മാർക്കറ്റ് സൈസ് എക്സെട്ര. ജിയോഗ്രഫിക് കണ്ടീഷൻ, ജിയോഗ്രഫിക് ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ മിഡിൽ മാൻ ഫാക്ടർ ഉണ്ട്. അവിടെ മിഡിൽ മാൻ്റെ അവൈലബിലിറ്റി, അവർ കൊടുക്കുന്ന സർവീസ്, അവരുടെ റെപ്യൂട്ടേഷൻ എത്ര ഉണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലീഗൽ ഫാക്ടേഴ്സ് എന്നിവയൊക്കെ ഈ ഒരു കാറ്റഗറിയുടെ കീഴിൽ വരുന്നതാണ്. സോ ഇതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്നൊരു കാര്യം ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സാണ്. 2 തരത്തിലുള്ള റീറ്റെയിലേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും. ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സിൽ വരുന്നതാണ് നമ്മുടെ ഹോക്കേഴ്സ്, പെഡ്ലേഴ്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ചീപ്പ് ജാക്സ് എക്സെട്ര. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ വരുന്നതാണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സും ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സും. അതിൽ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് റീറ്റെയിലേഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് ഇടുന്ന ആളുകളുണ്ട്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിൽക്കുന്ന ആളുകളുണ്ട്, സ്പെഷ്യാലിറ്റി ഷോപ്പുകളുണ്ട്,
ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ആവുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ നമ്മൾ കണ്ടിട്ടുണ്ട്, മൾട്ടിപ്പിൾ സ്റ്റോർ ഉണ്ട്, മെയിൽ ഓർഡർ ബിസിനസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്. നെക്സ്റ്റ് വൺ ഫോംസ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. കാറ്റലോഗ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിംഗ്, ടി വി ഹോം ഷോപ്പിംഗ്, നമ്മുടെ നാപ്റ്റോളൊക്കെ പോലുള്ള കിയോസ്കുകൾ, ടെലി മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ന്യൂ ട്രെൻഡാണ് അത്. അതുപോലെ തന്നെ റോൾ ഓഫ് ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. മാനുഫാക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനും എക്സിസ്റ്റിംഗ് മാർക്കറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും എക്സിസ്റ്റിംഗ് ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാനും പ്രൊഡക്ഷനൊക്കെ ഈസി ആക്കാനൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്ഫുള്ളാണ്. ഹോൾസെയിലേഴ്സിനെ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെയിൽസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും പ്രോഡക്റ്റിന് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും സെയിൽസ്മാൻഷിപ്പ് കൂടാതെ പ്രോഡക്റ്റ് വിൽക്കുന്നതിനൊക്കെ അവർക്ക് ഹെൽപ്ഫുള്ളാണ്. സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോൺഫിഡൻറ്റ് കൊടുക്കുന്നതാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ജോലി ഭാരം കുറയ്ക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ്. കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്, മിഡിൽ മാൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എവിടെയാണ് ഈ പ്രോഡക്റ്റ് കിട്ടുക, എത്ര നമുക്ക് മേടിക്കാനായിട്ട് കഴിയും, എവിടെ നിന്ന് മേടിക്കാം, എങ്ങനെ മേടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആഡ് പ്രൊവൈഡ് ചെയ്യും. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുന്നുണ്ട്, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, എക്സെട്ര. അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനാണ് അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. 3 തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻസ് ഉണ്ട്. ഒന്ന് കൺസ്യൂമർ പ്രൊമോഷനാണ്, അതുപോലെ തന്നെ ട്രേഡ് പ്രൊമോഷൻ ഉണ്ട്, സെയിൽസ് ഫോഴ്സ് പ്രൊമോഷനും ഉണ്ട്. അതുപോലെ തന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ കൺസ്യൂമർ ലെവലിൽ ചിന്തിക്കണം. അതായത് റൂറൽ മാർക്കറ്റിലെ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. അവരുടെ കൾച്ചറൽ ഡിവേഴ്സിറ്റി, അവരുടെ ഇൻകം ലെവല്, അതുപോലെ ഒരുപാട് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന മാർക്കറ്റാണത്. സീസണൽ ഡിമാൻഡ് വരുന്ന മാർക്കറ്റാണ്. അവിടുത്തെ മാർക്കറ്റ് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നഗരത്തിൻ്റെ അത്ര തന്നെ ഉണ്ടാവില്ല, മനസ്സിലാക്കി വെക്കുക. അവിടുത്തെ ട്രഡീഷണൽ ലൈഫ്, അവരുടെ ബൈയിങ് ഡിസിഷൻ, ഇതൊക്കെ റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ സാലിയൻ ഫീച്ചേഴ്സാണ്. ഇ കൊമേഴ്സിൻ്റെ ബിസിനസ് മോഡൽ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണത്. അവിടെ B2B ഉണ്ട്, B2C ഉണ്ട്, അതുപോലെ തന്നെ C2B ഉണ്ട്, ആൻഡ് C2C, ബിസിനസ് ടു ഗവൺമെൻറ്, ബിസിനസ് ടു മറ്റുള്ള ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകൾ, അതുപോലെ ഗവൺമെൻറ് ടു ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ടു സിറ്റിസണും ഉണ്ട്. നെക്സ്റ്റ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇ ടൈപ്പ് മീഡിയാസ് ആണ്. അവിടെ ഇലക്ട്രോണിക് ടോക്കൺ ഉണ്ട്, ഇ മണി, ഇ ക്യാഷ്, ഇതൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഈ പേയ്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, ഇലക്ട്രോണിക് ചെക്ക്, ഇ വാളറ്റ് എന്നിവയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ടോൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി മെത്തേഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിലുള്ള റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആൻറ്റിവൈറസ് പ്രോഗ്രാമുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ഇൻറ്റഗ്രിറ്റി ചെക്കിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിറ്റ് ലോഗ്സ് കൊണ്ടുവരാം, ഫയർ വാൾസ് വയ്ക്കാം, ബാക്കപ്പ് ചെയ്യാം, എൻക്രിപ്ഷൻ, വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്ന പോലെ എൻക്രിപ്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, ഡീറ്റെയിൽ സിഗ്നേച്ചർ, ഡീറ്റെയിൽ സർട്ടിഫിക്കറ്റ്, SSL പ്രോട്ടോക്കോള്, സോ ആൻഡ് ഹാർഡ്വെയർ ടെക്നോളജി, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് മാർക്കറ്റിൽ വരുന്ന റിസ്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ബാക്കി ഭാഗങ്ങളോട് എന്ത് ചെയ്യുക, നിങ്ങൾ കവർ ചെയ്യുക. ഏതെങ്കിലും ഭാഗം ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇതിൻ്റെ PDF ഞാൻ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. റൈറ്റ്, ഓക്കെ.